ഹലോ മക്കളെ, ഇൻട്രൊഡക്ഷൻ ടു 3-dimensional ജിയോമെട്രിയിൽ നിന്ന് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം, ഫൈൻഡ് ദ പോയിന്റ് ഇൻ ദ 6th octant. നമുക്കൊരു ഒക്ടന്റ് തന്നിട്ട് 4 പോയിന്റ് തന്നിട്ട് ഇതിൽ ഏത് പോയിന്റ് ആണ് ഈ ഒക്ടന്റിൽ വരുന്നത് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു പോയിന്റ് തന്നിട്ട് ഒക്ടന്റ് കണ്ടുപിടിക്കാൻ പറയാം. ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് 1 മാർക്കിന് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒക്ടന്റുകളിലെ പോയിന്റുകളുടെ സൈന് കണ്ടുപിടിക്കുന്നത്? നമുക്ക് ഇത് വേണമെങ്കിൽ ടേബിൾ മെത്തേഡ് നിങ്ങൾക്ക് പഠിച്ചു വെക്കാം, ടേബിൾ പഠിച്ചു വെക്കാം, അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ഒക്ടന്റിന്റെ സിസ്റ്റം വരച്ച് നിങ്ങൾക്ക് പഠിക്കാം. ഇനി അല്ലെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുള്ളൊരു വഴിയുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ക്വാഡ്രൻസ് അറിയാലോ, അതായത് പോസിറ്റീവ് എക്സും നെഗറ്റീവ് എക്സും പോസിറ്റീവ് വൈയും നെഗറ്റീവ് വൈയും നമ്മൾ 2 dimensionൽ പഠിക്കുന്ന ക്വാഡ്രൻസ്, സാധാരണ നമ്മൾ ഗ്രാഫ് ഒക്കെ വരയ്ക്കുന്നത് അല്ലേ. അപ്പൊ ഇവിടെ എങ്ങനെ പോയിന്റ്സ് വരും? ഇതില് ഈ ക്വാഡ്രന്റിലാണെങ്കിൽ, ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ എക്സ് പോസിറ്റീവ് വൈ പോസിറ്റീവ്, സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിൽ എക്സ് നെഗറ്റീവ് വൈ പോസിറ്റീവ്, തേർഡിലാണെങ്കിൽ രണ്ടും നെഗറ്റീവ്, ഫോർത്തിലാണെങ്കിൽ എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ്. ഓക്കെ, ഈ 4 നിങ്ങൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ ക്വാഡ്രന്റുകളിൽ സൈൻ വരുന്നത് പോലെ തന്നെയാണ് ഒക്ടന്റിലും വരുന്നത്. എക്സ് വൈ പോസിറ്റീവ്, എക്സ് നെഗറ്റീവ് വൈ പോസിറ്റീവ്, ബാക്കിയുള്ളത് സെയിം. പിന്നെ ഒരു സെഡ് കൂടെ ഉണ്ടല്ലോ, ഈ 4 സെഡ് എന്തായാലും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഓർത്തിരിക്കുക, ക്വാഡ്രന്റിൽ വരുന്നത് പോലെ തന്നെയാണ് 1 തൊട്ട് 4 വരെയുള്ള ഒക്ടന്റുകളിൽ 1 തൊട്ട് 4 വരെയുള്ള ഒക്ടന്റുകളിൽ എക്സും വൈയും വരുന്നത്. ഈ 4 കേസിലും സെഡ് പോസിറ്റീവ് ആണ്. ഓക്കെ, ഇനി ബാക്കി നമുക്ക് ഒരു ഉദാഹരണം കൂടെ ഉണ്ടല്ലോ. ഈ 1ന്റെ തൊട്ടടുത്ത് ഒരു 5 ഇടാം, 6, 7, 8. ഓക്കെ, ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5, 6, 7, 8 ഒക്ടന്റുകളിൽ എക്സും വൈയും വരുന്നത് ഈ ക്വാഡ്രന്റുകളിൽ വരുന്നത് പോലെ തന്നെയും സെഡ് ഈ 4 നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ആദ്യത്തെ 4 സെഡ് പോസിറ്റീവ്, രണ്ടാമത്തെ 4 സെഡ് നെഗറ്റീവ്. അപ്പൊ ഇത് 2 സെറ്റ് ആയിട്ട് നമുക്ക് പറയാം അല്ലെ. 1, 2, 3, 4 ഒരു ഫസ്റ്റ് സെറ്റും 4, 5, 6, 7, 8 എന്നുള്ളത് രണ്ടാമത്തെ സെറ്റുമായിട്ട് പറയാം. ആദ്യത്തെ സെറ്റിൽ സെഡ് പോസിറ്റീവ്, രണ്ടാമത്തെ സെറ്റിൽ സെഡ് നെഗറ്റീവ്. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റൻ എന്താ? 6th octantലെ പോയിന്റ് കണ്ടുപിടിക്കാൻ. 6th octant ഇതാ ഇവിടെയാണ് 6th octant ഉള്ളത്. അപ്പൊ നോക്കിയേ, എക്സ് നെഗറ്റീവ് വൈ പോസിറ്റീവ്, രണ്ടാമത്തെ സെറ്റിലല്ലേ 6 വരുന്നത്, അപ്പൊ സെഡ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സോ 6th octantലെ സൈൻ എന്ന് പറയുന്നത് എക്സ് നെഗറ്റീവ് വൈ പോസിറ്റീവ്, സെഡ് രണ്ടാമത്തെ സെറ്റിൽ ആയതുകൊണ്ട് വീണ്ടും നെഗറ്റീവ്. മൈനസ് പ്ലസ് മൈനസ് വരുന്നത് ഇതിൽ ഏത് പോയിന്റാണ് വരുന്നത് നോക്കിയതാ, മൈനസ് പ്ലസ് മൈനസ് ഓപ്ഷൻ 2 ആണ് 6ാമത്തെ ഒക്ടന്റിൽ വരുന്ന പോയിന്റ്. ഇനി നേരെ തിരിച്ച് ഒരു പോയിന്റ് തന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒക്ടന്റ് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ, ഇതേ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അല്ലേ. യെസ്, ഇനി അടുത്ത ചോദ്യം, ദ പോയിന്റ് 057 ലൈസ് ഇൻ. ഇത് ഒക്ടന്റ് അല്ല, ഏത് പ്ലെയിനിലാണ് അല്ലെങ്കിൽ ആക്സിസിലാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇവിടെ നോക്കിയേ, 057, അതായത് എക്സ് വൈ സെഡിനകത്തുള്ള എക്സ് 0 ആണ് അല്ലെ, ബാക്കി 2 വാല്യൂസ് മാത്രമേ നമുക്കുള്ളൂ, വൈയും സെഡും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് കിടക്കുന്നത് വൈ സെഡ് പ്ലെയിനിലാണ്. ഓക്കെ, വൈ സെഡ് പ്ലെയിൻ. ഏത് കോർഡിനേറ്റ് ആണോ 0 ആയിട്ട് വരുന്നത് അതൊഴികെയുള്ള ബാക്കി ലേബിൾ വരുന്നതായിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾക്ക് 204 ആണെന്ന് വിചാരിക്കാം, ഇവിടെ വൈ ആണ് 0 വരുന്നത്, എക്സും സെഡും മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ ഇത് ഏത് പ്ലെയിനിലായിരിക്കും? എക്സ് സെഡ് പ്ലെയിനിലായിരിക്കും. ഇതാണ് പ്ലെയിനിലെ കാര്യം. ഇനി ആക്സസുകളിലാണെങ്കിൽ എന്താ? എക്സ് ആക്സസിലാണെങ്കിൽ x,0,0 എന്നുള്ളതായിരിക്കും ഫോമാറ്റ്, വൈ ആക്സസിലാണെങ്കിൽ 0y0 എന്നുള്ളതായിരിക്കും ഫോമാറ്റ്. ഓർത്തിരിക്കുക. പിന്നെയുള്ളത് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2, -3, -1 ആൻഡ് -2, 4, 3. ഡിസ്റ്റൻസ് ഫോർമുല ഇതിപ്പോ ഞാനൊരു എയും ഇതൊരു ബിയും ആയിട്ട് എടുക്കുകയാണെങ്കിൽ AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് x2 minus x1 whole square plus y2 minus y1 whole square plus z2 minus z1 whole square. ഓക്കെ, കോർഡിനേറ്റ്സ് തമ്മിൽ സബ്ട്രാക്ഷൻ ചെയ്യുന്നു, സ്ക്വയർ എടുക്കുന്നു. റൂട്ട് ഓഫ് x2 minus x1 whole square -2 minus -2 minus 2 whole square plus 4 minus -3, അപ്പോൾ 4 plus 3 whole square plus 3 minus -1, അപ്പം 3 plus 1 whole square. This is equal to root of എന്താ വരിക? 4ന്റെ സ്ക്വയർ 16 plus 7ന്റെ സ്ക്വയർ 49 plus 4ന്റെ സ്ക്വയർ വീണ്ടും 16. ഇതൊക്കെ കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആയിരിക്കും എ ബിയുടെ വാല്യൂ. അതിന്റെ റൂട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. സോ എ ബി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 16 plus 16 32, 32 plus 49. സോ നമുക്ക് കിട്ടുന്നത് 81 ആണ്. റൂട്ട് ഓഫ് 81 എന്ന് പറഞ്ഞാൽ എത്രയാ? എ ബി ഇസ് ഈക്വൽ ടു 9 ആണ് എടുക്കേണ്ടത്. 9 സെന്റിമീറ്റേഴ്സ് അല്ലെങ്കിൽ 9 യൂണിറ്റ്സ് എടുക്കാം അല്ലെ. നമുക്ക് എത്ര സെന്റിമീറ്റർ ആണോ മീറ്റർ ആണോ തന്നിട്ടില്ല. സോ നമുക്ക് 9 യൂണിറ്റ്സ് എന്ന് എടുക്കാം. ഇവിടെ എന്തുകൊണ്ടാണ് റൂട്ടിന് പോസിറ്റീവ് പ്ലസ് ഓർ മൈനസ് എടുക്കാത്തത്?
ലെങ്ത് ആണ്, ലെങ്ത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുള്ളൂ. സോ പോസിറ്റീവ് 9 യൂണിറ്റ്സ്. ഇനി നോക്കി, ഈ ഫിഗറിൽ നിന്ന് പി ക്യൂ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. നമുക്കറിയാം പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇവിടെ ഇങ്ങനെ ഉണ്ടെങ്കിൽ, പി എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് XYZ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നേരെ താഴേക്ക് നമ്മൾ XY പ്ലെയിനിലേക്ക് വരയ്ക്കുന്ന ഈ ഡിസ്റ്റൻസ് ആണ് അതിന്റെ Z കോർഡിനേറ്റ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഡിസ്റ്റൻസ് ആണ് അതിന്റെ Y കോർഡിനേറ്റ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഇതാണ് അതിന്റെ X കോർഡിനേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഫിഗറിൽ നോക്കി, ഇവിടെ ഒരു 4 തന്നിട്ടുണ്ട്, ഇവിടെ ഒരു 3 തന്നിട്ടുണ്ട്, ഇവിടെ ഒരു 5 തന്നിട്ടുണ്ട് അല്ലെ. അപ്പം നമ്മൾ പിയിൽ നിന്ന് നേരെ താഴെ വരയ്ക്കുന്ന ഇതാണ് Z. ആ ഡിസ്റ്റൻസ് നമുക്ക് തന്നേക്കുന്ന എത്ര നോക്കിയതാ, ഈ ഹൈറ്റ് ആണ്. ഈ ക്യൂബോയിഡിന്റെ എല്ലാ ഹൈറ്റുകളും സെയിം ആയിരിക്കും, ഈ Z തന്നെയായിരിക്കും എല്ലാ ഹൈറ്റും വരിക. അപ്പൊ Z എന്ന് പറയുന്നത് എത്രയാണ്, 5 ആണ്. ഓക്കെ, സോ നമ്മുടെ Z വരുന്നത് 5 ആണ്. ക്ലിയർ, Z is equal to 5 വന്നു. ഇനി നോക്കിയേ, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 3 തന്നിട്ടുണ്ട്. സോ X is equal to 3 വരും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് Y ആണെന്ന് പറഞ്ഞു, അതേ ഡിസ്റ്റൻസ് ആണ് ഇവിടെയും വരുന്നത്. സോ Y എത്രയാണ്, 4 ആണ്. Y is equal to 4. സോ നമ്മുടെ പോയിന്റ് P എന്ന് പറയുന്ന പോയിന്റ് ഏതാണ്, 3, 4, 5. ഇതാണ് P എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, ഇനി നോക്കിയേ Q, ഇവിടെയാണ് Q ഉള്ളത് അല്ലെ. പി ക്യൂ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. ക്യൂവിന്റെ കോർഡിനേറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ക്യൂ എന്ന് പറയുന്നത് ഈ പി എഡ്ജ് ആയിട്ട് വരുന്ന ക്യൂബോയിഡിന്റെ വേറൊരു എഡ്ജ് അല്ല, വെർട്ടെക്സ് ആയിട്ട് വരുന്ന ഒരു ക്യൂബോയിഡിന്റെ വേറൊരു വെർട്ടെക്സ് ആണ്. ഇത് എവിടെയാണ് കിടക്കുന്നത്, Y ആക്സിസിന്റെ മേലെയാണ് കിടക്കുന്നത്. അപ്പൊ പിയുടെ പോലെ തന്നെ ആയിരിക്കും, അതായത് Y ആക്സിസിന്റെ മേലെ ആയതുകൊണ്ട് എക്സും സെഡും മാത്രം 0, Y എന്ത് തന്നെയായിരിക്കും, പിയുടെ Y തന്നെയായിരിക്കും വരിക. ഓക്കെ, അപ്പൊ നമ്മുടെ Q എന്ന് പറയുന്ന പോയിന്റ് 0, 4, 0 എന്ന് പറയുന്ന ഫോമിൽ ആയിരിക്കും. എന്തുകൊണ്ടാണ് മക്കളെ, Y ആക്സിസിന്റെ മേലെയാണ് കിടക്കുന്നത്. പിയുടെ പോയിന്റുകൾ തന്നെയാണ് വരിക, പക്ഷെ ആക്സിസും പ്ലെയിനും അനുസരിച്ച് വാല്യൂസ് മാറി വരുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ ഇവിടെ ഈ ഒരു പോയിന്റ് എടുക്കുകയാണ്, ഇത് എവിടെയാണ് കിടക്കുന്നത്, XZ പ്ലെയിനിലാണ് അല്ലെ. XZ പ്ലെയിനിലായതുകൊണ്ട് Y 0 ആയിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഈ പോയിന്റ് എന്തായിരിക്കും എന്നറിയോ, 3, 0, 5 ആയിരിക്കും. Y 0 ആയിരിക്കും മാത്രം. അതേപോലെ ആക്സിസിലായതുകൊണ്ട് Y മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ 0, 4, 0 ആയിരിക്കും. ഇനി ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ PQ നമുക്ക് കിട്ടും. PQ is equal to root of x2 minus x1 whole square, 3 minus 0 whole square 9, plus 4 minus 4 whole square 0, പിന്നെ 5 minus 0 whole square 25. So PQ is equal to root of 34 units. ഇതാണ് നമ്മുടെ PQ എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ, which of the following is a point on XZ plane? XZ plane എന്ന് പറഞ്ഞാൽ Y 0 ആയിരിക്കും. Y 0 ആയിട്ട് വരുന്ന പോയിന്റ് ഏതായാലുള്ളതാ, B ആണ്, ഓപ്ഷൻ B. ഓക്കെ, സെക്കൻഡ് പാർട്ട് നോക്കിക്കേ, വെരിഫൈ. നമുക്ക് 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഈ പോയിന്റ്സ് എല്ലാം വേർട്ടിസസ് ഓഫ് എൻ ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. മക്കളെ, 3 ഡയമെൻഷണൽ ജോമെട്രിയിൽ നിന്ന് ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണിക്കാം. അതായത് പ്രൂവ് ദാറ്റ് ചില സാധനങ്ങളാണ്, ഇപ്പൊ ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണോ എന്ന് ചോദിക്കാം. 4 പോയിന്റ് വന്നിട്ട് പാരലോഗ്രാം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറയാം, സ്ക്വയർ ആണോ അല്ലെങ്കിൽ റെക്ടാംഗിൾ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ പറയാം. അതിനൊക്കെ കുറച്ച് ട്രിക്സ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ ഐസോസിലസ് ട്രയാങ്കിൾ ആണെങ്കിൽ എന്താണ്, 2 സൈഡുകൾ ഈക്വൽ ആയിരിക്കണം അല്ലെ, 2 സൈഡുകൾ ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഓരോ പോയിന്റ്, ഇത് A എടുക്കുന്നു, ഇത് B എടുക്കുന്നു, ഇത് C എടുക്കുന്നു. നമ്മൾ എ ബിയും ബി സിയും എ സിയും 3 സൈഡുകൾ ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് കണ്ടുപിടിക്കാം. എന്നിട്ട് അതിൽ ഏതെങ്കിലും 2 സെറ്റ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് പരിപാടി ഓക്കെ ആയി. അപ്പൊ നോക്കിയേ, എ ബി എന്ന് പറയുന്നത് എ ബി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, ഇതാണ് 2 പോയിന്റ്, 1 മൈനസ് 0 സ്ക്വയർ 1 സ്ക്വയർ, അല്ലെങ്കിൽ 1 എന്ന് എഴുതാൻ മതി. 6 മൈനസ് 7 -1, -1ന്റെ സ്ക്വയർ വീണ്ടും 1 ആണ്. പിന്നെ -6 -10, അപ്പൊ 4 ആണ്, 4ന്റെ സ്ക്വയർ 16 വന്നു. നോക്കിയേ, റൂട്ട് 18 ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് എ ബി. ഇനി ബി സി എടുത്തു കഴിഞ്ഞാലോ, ബി സി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബി സി. 4 മൈനസ് 1 3, 3യുടെ സ്ക്വയർ, ഈ 2 പോയിന്റ് ആണ്. 4 മൈനസ് 1 3, 3യുടെ സ്ക്വയർ 9, പ്ലസ് 9 മൈനസ് 6 3, 3യുടെ സ്ക്വയർ വീണ്ടും 9, -6 മൈനസ് 6 അത് 0 ആയിരിക്കും വരിക. സോ ഇവിടെ എന്തായി, റൂട്ട് 18 കിട്ടി. നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം ആക്ച്വലി അല്ലെ, ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം, കാരണം 2 സൈഡുകൾ ഓൾറെഡി റൂട്ട് 18 കിട്ടി. അപ്പൊ എന്ത് ചെയ്യാം, എ ബി ഈക്വൽ ടു ബി സി ആയതുകൊണ്ട് ട്രയാങ്കിൾ എ ബി സി ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ക്ലിയർ? ഇനി എന്തൊക്കെയാണ് ഇതിൽ ഹിന്റുകൾ, എന്തൊക്കെയാണ് സാധാരണ ക്വസ്റ്റ്യൻസ് വരാന്നുള്ളതാണ്. ഒന്ന് ഇപ്പൊ പറഞ്ഞ പോലെ ഐസോസിലസ് ട്രയാങ്കിൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 2 സൈഡുകൾ ഈക്വൽ ആണെന്ന് കാണിക്കണം. ഇനി ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വരും. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ, 3 സൈഡ്സും ഈക്വൽ ആണ് എന്ന് കാണിക്കുക. അപ്പൊ നിങ്ങൾ 3 സൈഡ്സിന്റെ ലെങ്ത് എടുക്കുക, 3 സൈഡ്സും ഈക്വൽ ആണെന്ന് കാണിക്കുക. ഇനി വരുന്നത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണെന്ന് കാണിക്കാനാണ്. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, 3 സൈഡുകൾ കണ്ടുപിടിക്കുക, എന്നിട്ട് പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാം. ഓക്കെ, അതായത് എ ബി സ്ക്വയർ പ്ലസ്
BC square is equal to AC square ആണെന്ന് കാണിക്കാം. മക്കളെ ഇത് ഇതേ ഓർഡറിൽ തന്നെ ആയിക്കോണമെന്നില്ല. ഏതെങ്കിലും രണ്ടെണ്ണത്തിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ മൂന്നാമത്തതിന്റെ സ്ക്വയർ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെന്ന് പറയാം. ഇനി ഒരു റെക്ടാംഗിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറയാം. റെക്ടാംഗിൾ ആണെങ്കിൽ റെക്ടാംഗിളിന് മുന്നേ നമുക്ക് പാരലലോഗ്രാം എഴുതാം. പാരലലോഗ്രാം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറയും. പാരലലോഗ്രാം ആണെങ്കിൽ എന്താണ്? രണ്ട് സെറ്റ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അതായത് ഇങ്ങനെ ABCD എന്ന് പറഞ്ഞാണ് നമ്മുടെ പാരലലോഗ്രാം വരുന്നുണ്ടെങ്കിൽ AB ഈക്വൽ ടു DC ആയിരിക്കും, AD ഈക്വൽ ടു BC ആയിരിക്കും. ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ പാരലലോഗ്രാം ആണെന്ന് പറയാം. ആൻഡ് അതേപോലെ തന്നെ റെക്ടാംഗിൾ ആണോ അല്ലയോ എന്നുള്ളത് നോക്കുകയാണെങ്കിൽ എന്ത് വരണം? റെക്ടാംഗിൾ ആണെങ്കിൽ ഇതേ സാധനം വേണം പ്ലസ് നമുക്ക് ഡയഗണൽസ് കൂടെ ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ഡയഗണൽസ് കൂടെ ഈക്വൽ ആയിരിക്കണം. ഡയഗണൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ACയും DBയും കൂടെ ഈക്വൽ ആയിരിക്കണം. ഇത്രയുമാണ് ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് നിങ്ങൾക്ക് ഓരോ ഫിഗേഴ്സ് പ്രൂവ് ചെയ്യാൻ വരാവുന്ന മാക്സിമം കാര്യങ്ങൾ. ഓക്കെ, അത് പഠിച്ചു വെക്കാം. അപ്പൊ ഇവിടെ നോക്കിയേ, ഷോ ദാറ്റ് ദ പോയിന്റ്സ്, 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഇവർ കൊലീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ. അപ്പം ഇതിന്റെ കൂടെ നമുക്ക് ഇത് കൂടെ ആഡ് ചെയ്ത് വെക്കാം. അതായത് ഇതൊക്കെ ഫിഗേഴ്സ് ആണ് അല്ലെ, ക്വാഡ്രിലാറ്ററൽസ് ആണ്, ട്രയാങ്കിൾസ് ആണ്. അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് 3 പോയിന്റ്സ് എന്നിട്ട് ഇവർ കൊലീനിയർ ആണ് എന്ന് കാണിക്കുക. അപ്പൊ കൊലീനിയർ ആണെന്ന് കാണിക്കണം. കൊലീനിയർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ ലൈനിൽ കിടക്കുന്ന പോയിന്റുകളാണെന്നാണ് കാണിക്കേണ്ടത് അല്ലെ, ഒരേ ലൈനിന്റെ മേലെ കിടക്കുന്ന പോയിന്റുകളാണെന്ന്. ഇപ്പൊ നമ്മളൊരു PQR എടുക്കുകയാണെങ്കിൽ കൊലീനിയർ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്ന അറിയാം മക്കളെ? 3 പോയിന്റ് എടുത്തു അല്ലെ. അപ്പൊ നമ്മൾ ഈ PQ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എടുത്തു, QR എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മൂന്നാമത്തെ ഡിസ്റ്റൻസ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം Pയും Qയും Rഉം കൊലീനിയർ ആണ്. ഇത് ഇതേ ഓർഡറിൽ തന്നെ ആയിക്കൊള്ളുന്നില്ല. നമ്മൾ 3 ഡിസ്റ്റൻസും എടുക്കാം. ഏതെങ്കിലും രണ്ടെണ്ണം ആഡ് ചെയ്യുമ്പോൾ മൂന്നാമത്തത് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? Pയും Qയും Rഉം കൊലീനിയർ ആണ്. പ്രൂവ് ചെയ്ത് നോക്കാം. സോ ഇവിടെ നോക്കിയേ, PQ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്താ? ഇത് P, ഇത് Q, ഇത് R എടുത്തു കേട്ടോ. PQ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് ഇത് രണ്ടുമാണ് 1 മൈനസ് -2 അപ്പൊ 3യുടെ സ്ക്വയർ 9 പ്ലസ് 2 മൈനസ് 3 -1 -1ന്റെ സ്ക്വയർ വീണ്ടും 1 3 മൈനസ് 5 -2ന്റെ സ്ക്വയർ 4. നമുക്ക് എന്ത് കിട്ടി? റൂട്ട് 14 ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി PQ കഴിഞ്ഞ് QR എടുക്കാം. QR ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 7 മൈനസ് 1 സ്ക്വയർ എന്ത് വന്നു? 36ന്റെ സ്ക്വയർ 36 വന്നു. 0 മൈനസ് 2 സ്ക്വയർ -2ന്റെ സ്ക്വയർ 4 -1 -3 അപ്പൊ വീണ്ടും -4 ആണ്. -4ന്റെ സ്ക്വയർ 16 വന്നു അല്ലെ. നോക്കിയേ, റൂട്ട് 56 ആണ് ഇവിടെ വരുന്നത്. ഇനി നമുക്ക് വേണ്ടത് Pയും Rഉം ആണ്, ഒന്നാമത്തെയും മൂന്നാമത്തെയും പോയിന്റ്സ്. നോക്കിക്കേ, 7 മൈനസ് -2 സ്ക്വയർ 9ന്റെ സ്ക്വയർ എത്ര? 81 പ്ലസ് 0 മൈനസ് 3 സ്ക്വയർ 9 വന്നു. -1 -5 സ്ക്വയർ 6 ആണ്, 36 വന്നു. നോക്കിയേ, 90 പ്ലസ് 36 റൂട്ട് 126. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ സാധനമൊക്കെ ഇവിടെ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇതിൽ എന്തൊക്കെയോ സിംപ്ലിഫിക്കേഷൻസ് ആവശ്യമുണ്ട് അല്ലേ. അപ്പൊ നോക്കിയേ, ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. 56 എന്ന് വെച്ച് കഴിഞ്ഞാൽ 56 ഇസ് ഈക്വൽ ടു 4 × 14 ആണ്. അപ്പൊ റൂട്ട് 56 എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 4നെ പുറത്തോട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 റൂട്ട് 14 എന്ന് കിട്ടും. 2 റൂട്ട് 14 എന്ന് കിട്ടും. സോ ഇവിടെ നോക്കിയേ, 2 റൂട്ട് 14. ഇനി 126 എന്ന് പറഞ്ഞാൽ 9 × 14 ആണ്. അപ്പൊ റൂട്ട് 126 എന്താ വരിക? 9 നമ്മൾ റൂട്ടിനെ പുറത്തെടുത്തു കഴിഞ്ഞാൽ 3 കിട്ടും. 3 റൂട്ട് 14 എന്ന് കിട്ടും. ശരിയല്ലേ? 3 റൂട്ട് 14. ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ ഒരു ഇതിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ? നോക്കിയേ, PQ പ്ലസ് QR ചെയ്താൽ എന്താ കിട്ടുക? PQ പ്ലസ് QR, അതായത് റൂട്ട് 14 പ്ലസ് 2 റൂട്ട് 14 ഈക്വൽ ടു 3 റൂട്ട് 14 എന്നറിയാം. 3 റൂട്ട് 14 എന്താണ്? PR ആണ്. സോ നോക്കിയാൽ മക്കളെ, PQ പ്ലസ് QR ഈക്വൽ ടു PR. സോ നമുക്ക് എന്ത് പറയാം? Pയും Qയും Rഉം കൊലീനിയർ ആണ്. PQR കൊലീനിയർ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. സോ നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇത്. ഇതിൽ നിന്നൊക്കെയാണ് സാധാരണ ചോദ്യങ്ങൾ വരാറ്. നിങ്ങൾ എന്തായാലും ഇത് എഴുതി നല്ല അടിപൊളിയായിട്ട് പഠിച്ച് സെറ്റായിട്ട് പോവാം. 3 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. സോ മക്കളെ, അടിപൊളിയായിട്ട് പഠിച്ച് മിടുക്കന്മാരായി നല്ല മാർക്ക് വാങ്ങി വരാം.